ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 7-ാമത്തെ അധ്യായം 27-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാന്റെ മഹാകൃപ കൊണ്ട് നമ്മളിവിടെ വരെ എത്തി. പഞ്ചതത്വത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. 27 മുതൽ നമുക്ക് നോക്കാം ശ്ലോകം. जगत जगत डूबीला जीवेरा हैल बीज नाश ताहा देखी पंचा जनेरा परम उल्लास. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ജഗഡൂബില ജീവേര ഹൈല ബീജനാശ താഹാ ദേക്കി പാഞ്ച ജനേര പരമ ഉല്ലാസ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭ കി ജയ. ജീവസത്തകളിലെ ഭൗതിക ആസ്വാദനത്തിനുള്ള ബീജം നാശമടയുകയും ലോകം മുഴുവൻ കൃഷ്ണപ്രേമത്തിൽ ആറാടുകയും ചെയ്യുന്നത് കണ്ട പഞ്ചതത്വത്തിലെ 5 അംഗങ്ങൾ അത്യന്തം ആനന്ദപുളകിതരായി. ഭാവാർത്ഥം. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അന്യഭാഷ്യത്തിൽ ഇപ്രകാരം വിവരിക്കുന്നു. ജീവസത്തകൾ ഭഗവാന്റെ തടസ്ഥ ശക്തികളാകിയാൽ ഓരോ ജീവസത്തയ്ക്കും ബോധവാനാകുവാനുള്ള ഒരു സ്വാഭാവിക പ്രവണതയുണ്ട്. ഇതേ സമയം തന്നെ ഭൗതിക ആസ്വാദനത്തിനുള്ള ബീജവും തീർച്ചയായും അവനിലുണ്ട്. ഭൗതിക പ്രകൃതിയുടെ ഗതിവിഗതികളാൽ ജലസേചനം ചെയ്യപ്പെടുന്ന ഈ വിത്ത് ഭൗതിക ബന്ധനമാകുന്ന ഒരു വൃക്ഷമായി വളരുകയും ഇത് ജീവസത്തയ്ക്ക് ഭൗതിക ആസ്വാദനം സമ്മാനിക്കുകയും ചെയ്യുന്നു. ഈ ഭൗതിക ആസ്വാദനം 3 വിധത്തിലുള്ള ഭൗതിക ക്ലേശങ്ങളാൽ ബാധിക്കപ്പെടുന്നതിന് തുല്യമാണ്. എന്നാൽ പ്രളയമുണ്ടാകുമ്പോൾ ഭൂമിയിലുള്ള വിത്തുകൾ നിർവീര്യമാക്കപ്പെടുന്നുവെന്നത് പ്രകൃതി നിയമമാണല്ലോ. അതുപോലെ ഈശ്വര പ്രേമത്തിന്റെ പ്രളയം ലോകമാകമാനം വ്യാപിക്കുമ്പോൾ ഭൗതിക ആസ്വാദനത്തിന്റെ വിത്തുകൾ നിർവീര്യമായി തീരുന്നു. ഇപ്രകാരം കൃഷ്ണാബോധ പ്രസ്ഥാനം എത്രത്തോളം വ്യാപിക്കുന്നുവോ അത്രത്തോളം ഭൗതിക ആസ്വാദനത്തിനുള്ള ആശ കെട്ടടങ്ങുന്നു. കൃഷ്ണാബോധ പ്രസ്ഥാനം വികസിക്കുന്നതനുസരിച്ച് ഭൗതിക ആസ്വാദനം സ്വാഭാവികമായി നിഷ്ക്രിയമാകുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹത്തിൽ കൃഷ്ണാവബോധം ലോകമെമ്പാടും വ്യാപിക്കുന്നതിൽ അസൂയാലുക്കളാകുന്നതിനു പകരം പരമ ഉല്ലാസ എന്നീ പദങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ അസൂയാലുക്കൾ യഥാർത്ഥത്തിൽ സന്തോഷവാന്മാർ ആകേണ്ടതാണ്. എന്നാൽ ഇത്തരക്കാർ കനിഷ്ഠ അധികാരികൾ അഥവാ പ്രാകൃത ഭക്തന്മാർ, ആത്മജ്ഞാനത്തിൽ മുന്നേറാത്ത ഭൗതിക മനോഭാവമുള്ള ഭക്തന്മാർ ആയതിനാൽ സന്തോഷവാന്മാരാകുന്നതിനു പകരം അവർ അസൂയലക്കളാകുകയും കൃഷ്ണബോധ പ്രസ്ഥാനത്തിൽ തെറ്റുകൾ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എങ്കിലും ശ്രീമദ് പ്രബോധാനന്ദ സരസ്വതി തന്റെ ചൈതന്യ ചന്ദ്രാമൃതത്തിൽ ഇപ്രകാരം എഴുതുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ സ്വാധീനിക്കപ്പെട്ട് ഭൗതികവാദികൾ തങ്ങളുടെ പുത്ര കളത്രാദികളെ കുറിച്ചുള്ള സംഭാഷണത്തിൽ നിന്നും വിമുഖരാകുന്നു. പണ്ഡിതന്മാർ തങ്ങളുടെ ശ്രമമേറിയ വൈദിക പഠനം ഉപേക്ഷിക്കുന്നു. മുനിവൃദ്ധന്മാർ തങ്ങളുടെ കഠോര തപസ്സികൾ ഉപേക്ഷിക്കുന്നു. സന്യാസിമാർ സാഖ്യ പഠനം നിർത്തുന്നു. അഷ്ടാംഗ യോഗ പരിശീലകർ തങ്ങളുടെ അപ്രായോഗികമായ പദ്ധതികൾ ഉപേക്ഷിക്കുന്നു. ഇപ്രകാരം അവരെല്ലാം മഹാപ്രഭുവിന്റെ ഭക്തിയോഗചര്യകളിൽ ആകർഷരാകുന്നു. കൃഷ്ണബോധത്തേക്കാൾ ഉന്നതമായ ഒരു ആധ്യാത്മിക രസം ഇല്ല തന്നെ എന്ന സത്യം അവർ മനസ്സിലാക്കുന്നു എന്നതാണ് ഇതിനു കാരണം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പഞ്ചതത്വം നമ്മൾ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ കണ്ടു. എങ്ങനെയാണ് അവർ ആ കൃഷ്ണപ്രേമത്തിൻ്റെ കലവറ തുറന്ന് കൃഷ്ണപ്രേമം എല്ലാവർക്കും, യോഗ്യത നോക്കുന്നില്ല, സ്ഥാനം നോക്കുന്നില്ല, പാത്ര അപാത്ര വിചാരണയിക, പാത്രം അപാത്രം, അതായത് ആർക്ക് യോഗ്യതയുണ്ടോ ആർക്ക് യോഗ്യതയില്ല നോക്കുന്നില്ല. മാത്രമല്ല സ്ഥലവും സ്ഥാനവും നോക്കുന്നില്ല. എല്ലാവർക്കും കൃഷ്ണപ്രേമം. ആ കൃഷ്ണപ്രേമത്തിൻ്റെ കലവറ അവർ തുറന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഈ ഒരു മഹാകൃപ ചൈതന്യ മഹാപ്രഭുവിനും അദ്ദേഹത്തിൻ്റെ പാർഷദർക്കും മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാൻ തീർച്ചയായിട്ടും കാരുണ്യവാനാണ്, ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ. കംവാ ദയാലും ശരണം വ്രജേമ പൂതന ഉദ്ധാർ ലീല, അല്ലേ? വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി വന്ന പൂതനയ്ക്ക് ഭഗവാൻ എന്താണ് കൊടുക്കുന്നത്? അമ്മയുടെ സ്ഥാനം കൊടുക്കുന്നു. തീർച്ചയായിട്ടും കൃഷ്ണൻ കാരുണ്യവാനാണ്, സംശയമില്ല. എന്തിനു പറയണം? ആചാര്യന്മാർ പറയുന്നു, പൂതനയ്ക്ക് മാത്രമല്ല
മുക്തി കിട്ടുന്നത്. പൂതനയ്ക്ക് ധാത്രിയുടെ പൊസിഷനാണ് കിട്ടുന്നത്, അമ്മയുടെ പൊസിഷൻ കിട്ടുന്നു ഗോലോക വൃന്ദാവനത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ അവസാനിപ്പിക്കാൻ കൊണ്ട് വന്ന ആൾ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. പക്ഷേ ആ വ്യക്തിക്ക് അമ്മയുടെ സ്ഥാനം കൊടുക്കുന്നു, ഭഗവാന്റെ കാരുണ്യം. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അഹോ ബക്കീയം സ്തനകാലക്കൂട്ടം, ഭാഗവത്തിൽ വരുന്ന ശ്ലോകമാണ്. ഈ ശ്ലോകം ഇതേപോലെ 4 ശ്ലോകങ്ങളാണ് ശീല ശുഗദേവ് ഗോസ്വാമി കേൾക്കുന്നത്. അതിലൊരു ശ്ലോകമാണത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിരാകാര ബ്രഹ്മവാദത്തിൽ നിന്ന് അദ്ദേഹം ശുദ്ധഭക്തിയിലേക്ക് ട്രാൻസ്ഫോം ആവുന്ന 3-4 ശ്ലോകങ്ങളുണ്ട്. അതിലൊരു ശ്ലോകം ഇതാണ്. ഈ ഭഗവാന്റെ മഹാകൃപ അല്ലെങ്കിൽ മഹാകാരുണ്യം. ഈ ശ്ലോകം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം അലിഞ്ഞു ആക്ച്വലി. അപ്പോൾ കംവാ ദയാലും ശരണം പ്രജേമ, ഇതേപോലെ ദയാലുവായിട്ടുള്ള ആരുണ്ട്? ഇത് ശരിക്കും ഭാഗവത്തിൽ ഇത് വരുന്നത് 3-ാമത്തെ സ്കന്ധത്തിൽ ഉദ്ധവരും വിദുരനും തമ്മിലുള്ള കോൺവെർസേഷനിൽ വരുന്നതാണ് ആക്ച്വലി ഈ ഒരു ശ്ലോകം, 3-ാമത്തെ സ്കന്ധത്തിൽ. ഓക്കെ, അവിടെ കൃഷ്ണൻ്റെ മഹാകൃപ കാണാം. ഭഗവാൻ കൃഷ്ണൻ 6 ദിവസമായിട്ടുള്ളൂ പൂതന വന്ന സമയത്ത്, അല്ലേ? 6 ദിവസം കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വരുന്നു. പക്ഷേ അമ്മയുടെ സ്ഥാനം കൊടുക്കുന്നു. അത് അവിടെ നിന്നില്ല. അതിനുശേഷം പൂതനയുടെ സഹോദരന്മാർ 2 പേരുണ്ട്, ബകാസുരൻ, അഘാസുരൻ. ഇവർക്ക് 2 പേർക്കും മുക്തി കൊടുക്കുന്നു, 2 പേർക്കും സാരൂപ്യ മുക്തി കൊടുക്കുന്നു. അതാണ് അതിനും വലിയ കാര്യം. സായുജ്യ മുക്തിയല്ല, അതായത് ബ്രഹ്മനിൽ അലിഞ്ഞു ചേരാനുള്ള മുക്തിയല്ല കൊടുക്കുന്നത്, സാരൂപ്യ, ഭഗവാനെ പോലുള്ള രൂപം, സാരൂപ്യ മുക്തിയാണ് കൊടുക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഭാഗവതത്തിലും, നമ്മുടെ ആചാര്യന്മാരും പറയുന്നുണ്ട്. ബകാസുരനും അഘാസുരനും 2 പേർക്കും സാരൂപ്യ മുക്തി കിട്ടിയെന്ന്. ഇനി നമ്മുടെ ആചാര്യന്മാർ ഒന്നും കൂടെ അതിനെ അനാലിസിസ് ചെയ്യുമ്പോൾ പറയുന്നു, ആക്ച്വലി എന്തുകൊണ്ട് ബകാസുരനും അഘാസുരനും മുക്തി കിട്ടി? ഓക്കെ, പൂതനയ്ക്ക് മുക്തി കിട്ടി, പൂതന വന്നു, പൂതന പാല് കൊടുക്കാൻ നോക്കി. പക്ഷേ ആ ഉദ്ദേശം നല്ലതായതുകൊണ്ട് കൃഷ്ണൻ കൊടുത്തു എന്ന് പറയും ഒരു സ്ഥലത്ത്, അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ശരിയാണ്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആചാര്യന്മാർ, കൃഷ്ണൻ പൂതനയെ കണ്ടപ്പോൾ, ആദ്യം കണ്ട സമയത്ത് കൃഷ്ണൻ പൂതനയുടെ സാരി കണ്ടപ്പോൾ കൃഷ്ണൻ ഓർമ്മ വരുന്നു യശോദാമ്മയെ. പൂതനയുടെ സാരി മാത്രം കാണുമ്പോഴേ കൃഷ്ണൻ ഓർമ്മ വന്നത് യശോദറാണിയാണ്, കൃഷ്ണൻ്റെ അമ്മയാണ്. ആ അമ്മയെ, അതായത് പൂതന അമ്മയെ ഓർക്കാനുള്ള ഒരു ഉദ്ദീപനായി, അല്ലെങ്കിൽ ഉദ്ദീപൻ എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റിമുലസ്. അത് ശില രൂപ ഗോസ്വാമിയുടെ ടെർമിനോളജിയാണ് ഉദ്ദീപൻ. അപ്പോൾ പൂതനയെ കണ്ടപ്പോൾ, പൂതനയുടെ ആ സാരി മാത്രം കണ്ടുള്ളൂ, ആദ്യം കാണുന്നത്, അത് കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് യശോദറാണിനെയാണ്. അതുകൊണ്ട് കൃഷ്ണൻ പൂതനയ്ക്ക് മുക്തി കൊടുത്തു. മാത്രമല്ല, പൂതനയുടെ ബേസിസിൽ പൂതനയ്ക്ക് മുക്തി കൊടുക്കുന്നു. ഓഫ് കോഴ്സ് ധാത്രിയുടെ പൊസിഷൻ കൊടുക്കുന്നു. യശോദറാണിയെ ഓർത്തു കൃഷ്ണൻ, അതുകൊണ്ടാണ് പൂതനയ്ക്ക് മുക്തി കിട്ടുന്നത്. പൂതനയുടെ ബന്ധു ആയതുകൊണ്ട്, സഹോദരനായതുകൊണ്ട് ബകാസുരനും അഘാസുരനും കൂടെ കിട്ടുന്നു സാരൂപ്യ മുക്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സാരി കൃഷ്ണനെ യശോദറാണിയെ ഓർമ്മിപ്പിച്ചു. അതിൽ 3 പേർക്കാണ് മുക്തി കിട്ടുന്നത്, 3 പേർക്ക്, ഫാമിലിയിലെ എല്ലാവർക്കും. ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ മഹാകൃപ. ഭഗവാൻ കൃഷ്ണൻ്റെ കൃപയെക്കുറിച്ച് പറയാനില്ല, പക്ഷേ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകൃപ അതിനേക്കാൾ മുകളിലാണ്. മഹാപ്രഭു ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ വരുമ്പോഴുള്ള മഹാകൃപ അത് മഹാകൃപയാണ്. കാര്യം കൃഷ്ണൻ്റെ മെർസിയുണ്ട് അതിനകത്ത്, രാധാറാണിയുടെ മെർസിയുണ്ട്. രണ്ടും കൂടെ വരുമ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, അതൊരു വിസ്ഫോടനമാണ്. രാധാകൃഷ്ണ ദ്യുതി സുവലിതം നവമി കൃഷ്ണ സ്വരൂപം. കൃഷ്ണ രാധയും കൂടെ ഒരുമിക്കുമ്പോൾ ആ ഭംഗി മാത്രമല്ല, മഹാപ്രഭുവിനെ കാണാനുള്ള മഹാപ്രഭുവിൻ്റെ സൗന്ദര്യം പറയുന്നുണ്ട്, അല്ലേ? മഹാപ്രഭുവിനെ പോലെ വേറെ ആരുമില്ല. കൃഷ്ണനും രാധയും കൂടെ ഒരുമിച്ച് വന്നാൽ എന്തായിരിക്കും സൗന്ദര്യം? ആ ഒരു ഭംഗിയാണ് മഹാപ്രഭുവിനുള്ളത്. മാത്രമല്ല ആ ഹൃദയം അതേപോലെ തന്നെ, ആ മഹാകൃപയും അതേപോലെ തന്നെ. രാധാറാണിയുടെ കൃപ കൃഷ്ണനേക്കാൾ കൂടുതലാണ്. വൃന്ദാവനത്തിൽ രാധാറാണി രാധയാണ് എല്ലാം, നമുക്കറിയാം. അത് വൃന്ദാവനേശ്വരി രാധ ആണെന്ന് പറയാം.
വൃന്ദാവനേശ്വരിയാണ്. അല്ലെങ്കിൽ വൃന്ദാവനം മെയിൽ കിങ്ങിൻ്റെ അല്ല, ഫീമെയിൽ കിങ്ങിൻ്റെയാണ്. ഫീമെയിൽ കിങ് ആണ് അവിടെ, ഫീമെയിൽ ക്വീനാണ് അവിടെ പ്രോമിനൻ്റ്. സോറി, ഫീമെയിൽ കിങ് അല്ല, ക്വീനാണ് അവിടെ പ്രോമിനൻ്റ്. അവിടെ രാജാവിനല്ല പ്രസക്തി. കയറി രാധാറാണിയുടെ സ്ഥലമാണ് വൃന്ദാവൻ. രാധാറാണിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും. അവിടെയുള്ള എല്ലാ മൃഗങ്ങളാവട്ടെ, ചെടികളാവട്ടെ, മരങ്ങളാവട്ടെ, പൂക്കളാവട്ടെ, എല്ലാവരും ഓരോ വ്യക്തികളാണ്, നമുക്കറിയാം. എല്ലാവരും രാധാറാണിക്കാണ് ആദ്യം സപ്പോർട്ട് ചെയ്യുക. കൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, എന്നാലും രാധയ്ക്കാണ് അവിടെ സപ്പോർട്ട് കൂടുതൽ. രാധാറാണി, ശ്രീല രൂപ ഗോസ്വാമി, നമ്മുടെ ആചാര്യന്മാർ എഴുതുന്നു, ഒരു ചെറിയ, അല്ലെങ്കിൽ ഒരിക്കൽ അത് ഒരു ഇൻസിഡൻ്റ് ആയിട്ടൊരു ശ്ലോകത്തിൽ പറയുന്നതാണ്. ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി എന്ന് തോന്നുന്നു. അദ്ദേഹം രാധാറാണിയുടെ മഹാകൃപ, സ്നേഹം, അതായത് എല്ലാ വ്രജവാസികളോടും, വ്രജവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും, അതായത് ശരീരത്തിലുള്ളവർ മാത്രമല്ല, എല്ലാം, വൃന്ദാവനത്തിലെല്ലാം, എല്ലാ വാസികളോടും, അത് കൃമി മുതൽ, ചെറിയ പാറ്റ മുതൽ, അല്ലെങ്കിൽ ചെറിയൊരു കീടം മുതൽ എല്ലാം രാധാറാണിക്ക് ഒരേപോലെയാണ്. ഒരിക്കൽ നമ്മുടെ ആചാര്യൻ പറയുന്നു, ഒരു പശുക്കുട്ടി പാവം പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചെറിയ പശുക്കുട്ടിയാണ്, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം പുല്ല് അതിൻ്റെ മൂക്കിൽ കുടുങ്ങി ചോര വന്നു തുടങ്ങി. രാധാറാണി വേറെ എങ്ങോട്ടോ പോവുമായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ആകെ അസ്വസ്ഥതയിലായി ഈ പശുക്കുട്ടി. അപ്പോൾ ആ പശുക്കുട്ടിയുടെ അടുത്ത് വന്നിരുന്ന് ആ പശുക്കുട്ടി നേഴ്സ് ചെയ്യുന്നു. അതായത് ആ പുല്ലെടുത്ത് കളഞ്ഞു, ചോര വന്നതൊക്കെ സ്വന്തം സാരിയിലെ തുണിയെല്ലാം മുറിച്ച് ആ ചോരയെല്ലാം മാറ്റിക്കൊടുത്തു. അങ്ങനെ കുറച്ച് പച്ചമരുന്നൊക്കെ എടുത്ത് തേച്ച് കൊടുക്കുന്നു. ഇത് പറയുന്നുണ്ട് നമ്മുടെ ആചാര്യന്മാർ. കാര്യം അത്രമാത്രം സ്നേഹമാണ് എല്ലാവരോടും. അതാണ് രാധാറാണിയുടെ മഹാകൃപ. രാധാറാണിയുടെ കൃപയാണ് നമുക്ക് എല്ലാവർക്കും. നമ്മുടെ ഉള്ളിലുള്ള ഭക്തി ശക്തി എന്ന് പറയുന്നത് രാധാറാണിയുടെ ശക്തിയാണ്. ഹ്ലാദിനി ശക്തി, അല്ലേ? കൃഷ്ണൻ്റെ ആന്തരിക ശക്തിയിലെ ഒരു ശക്തിയാണ് ഹ്ലാദിനി ശക്തി. പ്ലഷർ പൊട്ടൻസി എന്ന് പറയും. ആനന്ദം പ്രദാനം ചെയ്യുന്നത്, കൃഷ്ണൻ ആനന്ദം പ്രദാനം ചെയ്യുന്നത്, കൂട്ടത്തിൽ ഭക്തർക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നതും ഭക്തി ശക്തി എന്ന് പറയുന്നതും ശ്രീമതി രാധാറാണിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആ കൃപാലുവാണ് രാധാറാണി. രാധേ വൃന്ദാവനാദീശേ കരുണാമൃത വാഹിനി കൃപയാ നിജപാദാബ്ജ ദാസ്യം മഹീം പ്രതീയതാം. ഗോസ്വാമിമാർ പ്രാർത്ഥിക്കുന്നു രാധാറാണിയോട്. രാധാറാണി കരുണാമൃത വാഹിനി, അതായത് കരുണയുടെ ഒരു കുടം പോലെയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ദാസ്യം മഹ്യം പ്രതീയതാം, എന്നെ ദാസിയാക്കൂ. രാധാറാണിയോട് ആ ഒരു ഗൗഡിയ ആചാര്യന്മാർ നമ്മുടെ മഞ്ജരി ഭാവത്തിൽ പറയുന്നതാണ്. പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, രാധാറാണിയുടെ മഹാകൃപ, കൃഷ്ണൻ്റെ കൃപയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അതാണ് മഹാപ്രഭു. അതുകൊണ്ടാണ് ഒരു യോഗ്യതയുമില്ലാത്ത നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇന്ന് ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ സാധിക്കുന്നതും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ നമ്മളിരിക്കുന്നതും ഒരേ ഒരു കാരണം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകൃപ. ചൈതന്യ മഹാപ്രഭുവും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർഷദർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കൂടെ വന്ന ശ്രീ നിത്യാനന്ദ പ്രഭു, നമുക്കറിയാം, ജഗായി മതായിൻ്റെ ലീല അറിയാം. അതേപോലെ ഒരുപാട് ലീലകളുണ്ട്. അവരെല്ലാവരും ഒരേപോലെയായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള നമ്മുടെ ആചാര്യന്മാർ, ശില ഭക്തി വിനോദ് ഠാക്കൂർ ആവട്ടെ, ശില ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ആവട്ടെ, നമ്മുടെ ശീല പ്രഭുപാദ ആവട്ടെ, എല്ലാവരും കരുണയുടെ മൂർത്തിഭാവങ്ങളാണ്. എല്ലാവർക്കും ലോകമെമ്പാടും എല്ലാ സ്ഥലങ്ങളിലും പോയി മഹാകൃപ, കൃഷ്ണപ്രേമം കൊടുക്കുന്നു. ഇതിനും വലിയ കൃപ എവിടെ ഉണ്ടാവും? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഭണ്ഡാരമാണ് അത്. ആ കൃഷ്ണപ്രേമത്തിൻ്റെ ഭണ്ഡാരം അവർ പൊളിച്ച് അതെല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇവിടെ പറയുന്നു ഈ ശ്ലോകത്തിൽ, അങ്ങനെ ഈ കൃഷ്ണപ്രേമം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളോടുള്ള താല്പര്യം കുറയുന്നു. ഇത് അങ്ങനെയാണ്. ഭക്തിയും സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖഭോഗം രണ്ടും ഓപ്പോസിറ്റ് ദിശയിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യം നമുക്കറിയാം. നമ്മൾ ഭക്തിയിൽ വരുന്നേക്കാൾ മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഓപ്പോസിറ്റാണ്, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഭക്തിയിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ, അതിനോടുള്ള താല്പര്യം കുറയും. അതങ്ങനെയാണ്. കൃഷ്ണപ്രേമം ഇവിടെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഭൗതിക ആ ഒരു ഇന്ദ്രിയ സുഖഭോഗത്തിൻ്റെ
ആ സുഖങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ആളുകളിൽ നിന്ന് നശിച്ചു പോകുന്നു. അതാണ് ഇവിടെ ശ്ലോകത്തിൽ പറയുന്നതും. അങ്ങനെ ആളുകൾ പരമാനന്ദം അവർ അനുഭവിക്കുന്നു. പരമാനന്ദം എന്ന് പറയുന്ന ശരിക്കും ആനന്ദം ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. ആത്മീയ തലത്തിലുള്ളതാണ് ആനന്ദം, ജഡാനന്ദത്തെക്കുറിച്ചല്ല പറയുന്നത്. ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ എന്ന് പറയുന്നത് ജഡാനന്ദമാണ്. അത് കുറച്ച് സമയത്തേക്ക് താൽക്കാലികമായിട്ടുള്ള സുഖമാണ് എന്ന് പറയാം. അതും ഒരു സുഖമല്ല. ഇവിടെ പ്രഭുപാദ ഭാവാർത്ഥത്തിൽ പറയുന്നു അത് ശരിക്കും സുഖമല്ല. കാര്യം അതിലും ഈ പറയുന്ന 3 ക്ലേശങ്ങൾ, ത്രിവിധ ക്ലേശങ്ങൾ അതിൽ അനുഭവപ്പെടുന്നു. ഭൗതിക തലത്തിലുള്ള ഏത് എൻജോയ്മെൻറ്റ് നോക്കൂ, അത് ഇനീഷ്യലി നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നും, പക്ഷെ അത് അവസാനം വിഷത്തിലേക്ക് പോകും. ആദ്യം നമുക്ക് അമൃതമായി തോന്നുന്നു, പിന്നീട് അത് വിഷമായി മാറുന്നു, കഴിക്കും. കാര്യം എല്ലാ ഇവിടെയുള്ള ഇന്ദ്രിയ സുഖവും അത് ക്ലേശങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു സംശയവുമില്ല. ഏത് ഇന്ദ്രിയ സുഖം വേണമെങ്കിൽ എടുത്തോളൂ. കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന അത് ആളുകൾക്കൊരു ക്രേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവസാനം അത് ദുഃഖത്തിലേക്ക് കലാശിക്കും. പിന്നെ പൈസ കൂടുതൽ വന്നാൽ പിന്നെ അതിനെ സംരക്ഷിക്കേണ്ട ജോലിയുണ്ട്. ആരെങ്കിലും തട്ടി കൊണ്ടുപോകുന്നുള്ള സംശയമുണ്ട്. ബാങ്കിൽ ഇട്ട് വെച്ചു, ബാങ്കിന് തകർച്ച വന്നാൽ എന്ത് സംഭവിക്കും? ടെൻഷനായി. അല്ലെങ്കിൽ ലോക്കറിൽ കുറേ പൈസ കൊണ്ടുവച്ചു, അല്ലെങ്കിൽ സ്വർണ്ണമുണ്ട്, ടെൻഷനും ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ കൂടുകയുള്ളൂ. അപ്പോൾ സന്തോഷിച്ചിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അതേപോലെ തന്നെയാണ് ഏത് ഇന്ദ്രിയം വേണമെങ്കിൽ എടുത്തോളൂ, അതെല്ലാം നമ്മളെ കൂടുതൽ നാവിൻ്റെ സെൻസ്, നാവിൻ്റെ ആ ഒരു നാവ് എന്ന് പറയുന്ന സെൻസ് നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന അവസാനം എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ മധുരം ഇഷ്ടമുള്ള ഒരാൾ കൂടുതൽ മധുരം കഴിച്ച് അവസാനം അസുഖം വരുന്നു. അതേപോലെ ഏത് ഇന്ദ്രിയം വേണമെങ്കിൽ എടുക്കാം. കൂടുതൽ നമ്മളത് വെച്ച് എൻജോയ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അവസാനം ദുഃഖത്തിലേക്ക് കലാശിക്കുള്ളൂ. ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം ഭൗതികമായിട്ടുള്ള എല്ലാ സുഖങ്ങളും അങ്ങനെയാണ്. കാര്യം ഈ ലോകം ദുഃഖാലയമാണെന്ന് ഭഗവാൻ സ്റ്റാമ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സുഖം കണ്ടുപിടിക്കാൻ പോകുന്നത് എത്ര വിഡ്ഢിത്തരമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ജഡസുഖം മാത്രം കിട്ടും, ജഡാനന്ദം മാത്രം കിട്ടുന്നു. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇവിടെ പറയുന്ന ആനന്ദം അതല്ല, കൃഷ്ണപ്രേമത്തിൻ്റെ ആനന്ദമാണ്. അത് ആത്മീയ തലത്തിലുള്ള ആനന്ദമാണ്. അത് ഭക്തിയുത സേവനങ്ങളിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അതിനൊരു സംശയം വേണ്ട, അതിനൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു ആനന്ദമാണ് പരമമായിട്ടുള്ള ആനന്ദം. ഇത് മാത്രം നമുക്ക് മതി, മറ്റുള്ളത് വേണ്ട. പ്രഭുപാദ് ഇവിടെ പറയുന്നു, ചില ആളുകൾ ഈ പ്രഭുപാദിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പറയുവാണ്. ഈ കൃഷ്ണാവബോധം അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത്, ഹരേകൃഷ്ണ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. പല രീതികളിലും ആരും അങ്ങനെ ഇനീഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഒബ്ജക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പ്രഭുപാദ് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുരുവിനെയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും ഗോസ്വാമിമാരുടെയും തൃപ്പാദങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ സമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് സക്സസ്ഫുള്ളായി. അതായത് ആരും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം നടക്കും എന്നുള്ളത്. 11 വർഷത്തിൽ ശില പ്രഭുപാദ് ശരിക്കും മാജിക് കാണിച്ചു. ട്രാൻസെൻഡൻ്റൽ മാജിക്. ഇവിടുത്തെ മാജിക്കിൻ്റെ കാര്യമല്ല പറയുന്നത്. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ലോകമെമ്പാടും ഹരേകൃഷ്ണ പ്രസ്ഥാനം എത്തി. ഹരേകൃഷ്ണ മഹാമന്ദർ എത്തുന്നു, ഭാഗവതം എത്തുന്നു എന്ന് പറയണം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറകിലുള്ള ആരാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭു. പ്രഭുപാദ് അതുകൊണ്ട് ഇവിടെയും എടുത്തു പറയുന്നു, ഇത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനമാണ് എന്നുള്ളത്. പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണെന്ന് അവകാശപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞു ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് ഈ കൃഷ്ണാവബോധം. ഈ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഈ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് ഇത് ഉണ്ടായിരുന്നു. ഭക്തിയും കൃഷ്ണാവബോധമൊക്കെ ശാശ്വതമായിട്ടുള്ള സംഭവങ്ങളാണ്, സംശയമില്ല. പക്ഷേ ആക്സസിബിൾ ആക്കി തന്നത് നമുക്ക്, കലിയുഗത്തിലെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് 500 വർഷം മുമ്പ് മഹാപ്രഭു വന്ന സമയത്ത് അദ്ദേഹം തുടങ്ങി വെച്ചു. അത് ബാറ്റൺ കൈമാറി അടുത്ത ആചാര്യന്മാർക്ക് മഹാപ്രഭു അത് ഗോസ്വാമിമാർക്ക് കൊടുത്തു, ഷഡ്ഗോസ്വാമിമാർക്ക് കൊടുത്തു. ഗോസ്വാമിമാർ അടുത്ത പരമ്പരയ്ക്ക് കൊടുത്തു. ശ്രീനിവാസാചാര്യ, നരോത്തം ദാസ് ഠാക്കൂർ ആൻഡ് ശ്യാമാനന്ദ പ്രഭു. അവരിൽ നിന്ന് പിന്നെ ശീല ഭക്തിവിനോദ് ഠാക്കൂർ അങ്ങനെ താഴോട്ട് വരുന്നു. നമ്മുടെ പ്രഭുപാദനും കിട്ടുന്നു. പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസും ഇപ്പോൾ ലോകമെമ്പാടും നടന്ന് പ്രചരണം ചെയ്യുന്നു, അല്ലേ? ഈ ഒരു ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ ഭജൻ ശിക്ഷാഗുരുവാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ശിക്ഷാഗുരുവാണ് മഹാപ്രഭു. തീർച്ചയായിട്ടും ഭഗവാനാണ് അദ്ദേഹമാണ് എല്ലാം. അപ്പോൾ പ്രഭുപാദ് ഓർക്കുന്നു,
ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനമായിട്ടുള്ളത് പല ഭൗതികവാദികൾക്കും ഇഷ്ടമാവില്ല. പക്ഷേ ചൈതന്യ ചന്ദ്രാമൃതത്തിൽ അത് ശില പ്രബോധാനന്ദ സരസ്വതിയോട് പറയുന്നത് പ്രഭുപാദ് കോട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്ന ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ കുറയുന്നു. അതായത് ഫാമിലി ഇവിടെ പറയുന്നു ഭാര്യയും കുട്ടികളോടും ഉള്ള ആ ഒരു റിലേഷൻ പോലും, അതായത് എങ്ങനെയായിരുന്നു ആദ്യം ശരീരബോധത്തോടു കൂടിയായിരുന്നു അല്ലേ, ആ ബോധമെല്ലാം മാറി ആ ഒരു ഇൻട്രസ്റ്റൊക്കെ പതുക്കെ പതുക്കെ കുറയുന്നു. മാത്രമല്ല ഇവിടെ പറയുന്ന യോഗികൾ ഈ പറയുന്ന അഷ്ടാംഗ യോഗ പ്രാക്ടീസ് എല്ലാം ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് തപസ്സുകൾ എടുക്കുന്ന തപസ്വിനികൾ അവരും ഉപേക്ഷിക്കുന്നു ഇതെല്ലാം. അങ്ങനെ സന്യാസിമാർ സാഖ്യ ഫിലോസഫി, സാഖ്യ പഠനം ഒക്കെ ഉപേക്ഷിക്കുന്നു. എല്ലാവരും ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഹരേകൃഷ്ണ നാമജപവും അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതവും ആസ്പദമാക്കിയിട്ടുള്ള അതിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിനോടുള്ള ടേസ്റ്റ് പോകുന്നു. അതാണ് പറയുന്നത്. ശ്രീല രൂപ ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ കൃതിയിൽ പറയുന്നുണ്ട്, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആർക്കെങ്കിലും നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ആളുകളായിട്ടുള്ള കൂട്ടുകാരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും യമുനാ തീരത്തേക്ക് പോകരുത്. ഇനി എങ്ങാനും യമുനാ തീരത്തേക്ക് പോയാലും കേശിഘട്ടിലേക്ക് പോകരുത്. ഇനി എങ്ങാനും കേശിഘട്ടിൽ പോയാലും നിങ്ങൾ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് വേണുനാദം കേൾക്കും, ഓടക്കുഴലിൻ്റെ ആ നാദം കേൾക്കും. ഒരിക്കലും ചെവി അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. രൂപഗോസ്വാമി പറയുവാണ്. കാര്യം നമ്മുടെ മെറ്റീരിയൽ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇത് ഓക്കെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വേണുനാദം കേൾക്കരുത്. ഇനി എങ്ങാനും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ചെവികൾ ആ വേണുനാദത്തിലേക്ക് പോയി കഴിഞ്ഞാലും അത് എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ മുഖം തിരിച്ചു നോക്കരുത് എന്ന് പറയുകയാണ്. കാര്യം ആരാണത് വേണുനാദം, എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്, ആരാണതിൻ്റെ പുറകിലുള്ള വ്യക്തി എന്ന് നോക്കരുത്. ഇനി എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ, ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ, ആ ത്രിഭംഗ ലളിത ശ്യാമസുന്ദരനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നഷ്ടപ്പെടുന്നു. ബാക്കി ലോകത്തുള്ള എന്ത് സംഭവം ആവട്ടെ, എല്ലാ അറ്റാച്ച്മെൻറ്റും അവിടെ നിൽക്കുന്നു, അവിടെ കഴിഞ്ഞു അതിൻ്റെ പ്രസക്തി. അപ്പോൾ രൂപഗോസ്വാമി ഇൻഡയറക്റ്റ്ലി പറയുവാണ്, അതായത് ഭഗവാനോടുള്ള അട്രാക്ഷൻ നമുക്ക് തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വെറും തുച്ഛവും പുച്ഛമായി മാറും. ബാക്കിയുള്ള ഈ ലോകത്ത് ഉള്ളതെല്ലാം, കാര്യം ഇവിടെയുള്ളതെല്ലാം ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ കാര്യങ്ങളാണ്. അതിനോടുള്ള താല്പര്യം കുറയുന്നു, കംപ്ലീറ്റ്ലി കുറയുന്നു. ഇതാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ രൂപഗോസ്വാമി ഇൻഡയറക്റ്റ്ലി പറയുവാണ്, അതാണ് വേണ്ടത് കൃഷ്ണൻ്റെ. അതായത് യമുനയിലേക്ക് പോകണം, കേശിഘട്ടിലേക്ക് പോകണം, വേണുനാദം കേൾക്കണം, കൃഷ്ണനെ കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ബാക്കിയുള്ള എല്ലാവിധ അറ്റാച്ച്മെൻറ്റ്സും എല്ലാവിധ ആസക്തികളും ഭൗതിക തലത്തിലുള്ള ആസക്തികളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം. യത യത പ്രേമവൃഷ്ടി കരെ പഞ്ചജനെ തത തത ഭാടേ ജല വ്യാപേ ത്രിഭുവനെ. ഹരേ കൃഷ്ണ പ്രഭു. യത യത പ്രേമവൃഷ്ടികാരേ പഞ്ചജനെ തത തത ഭാടേ ജല വ്യാപേ ത്രിഭുവനെ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഈ ശ്രീവേന്ദ്രി സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പഞ്ചതത്വാംഗങ്ങൾ പ്രേമഭക്തിയാകുന്ന മഴ എത്രത്തോളം വർഷിപ്പിക്കുന്നുവോ അത്രത്തോളം ഭഗവത് പ്രേമ പ്രളയം വർദ്ധിക്കുകയും ലോകമാഗമനം വ്യാപിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം: പുരോഗമന വിമുഖമോ സ്തബ്ധമോ ആയ പ്രചരണ പ്രക്രിയയല്ല ഈ കൃഷ്ണബോധ പ്രസ്ഥാനത്തിൻ്റെത്. അമേരിക്കൻ യൂറോപ്യൻ മ്ലേച്ഛന്മാരെ ബ്രാഹ്മണരായും സന്യാസിമാരായും സ്വീകരിക്കുന്നു എന്ന വിഡ്ഢികളുടെയും കുബുദ്ധികളുടെയും എല്ലാ എതിർപ്പുകളും ഉണ്ടായിരുന്നാൽ പോലും ഹരിനാമ സങ്കീർത്തനം ലോകം മുഴുവൻ വ്യാപിക്കുമെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഈ പ്രസ്ഥാനം വികസിച്ച് ലോകത്തെ മുഴുവൻ കൃഷ്ണബോധത്തിൽ നിമഗ്നമാക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ആരോ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്. പ്രഭുത് ആദിലീലയിലെ 7ാമത്തെ അധ്യായം ശ്ലോകം നമ്പർ 28 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. പഞ്ചതത്വ
തന്നിട്ടുള്ള ഈ കൃഷ്ണപ്രേമത്തിൻ്റെ ഇവിടെ പറയുന്നു മഴ പോലെയാണെന്നുള്ളത്. അപ്പോൾ കൂടുതൽ ഈ മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ വെള്ളപ്പൊക്കം വരുന്നു. എന്തിൻ്റെ വെള്ളപ്പൊക്കമാണ്? കൃഷ്ണപ്രേമത്തിൻ്റെ. ലോകമെമ്പാടും കൃഷ്ണപ്രേമം പടരുന്നു. ശിലപ്രഭുപാദ് പറയുന്നു ഭാവാർത്ഥത്തിൽ കൃഷ്ണ ഈ ഒരു ഹരികൃഷ്ണ പ്രസ്ഥാനം അങ്ങനെ, അതായത് ഇത് ലോകമെമ്പാടും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതങ്ങനെ സ്റ്റാഗ്നൻ്റായി പോകുന്ന സംഭവമല്ല. അത് നോക്കിക്കഴിഞ്ഞാൽ പ്രഭുപാദ് തുടങ്ങി വെച്ചു. പ്രഭുപാദ് ഓൾറെഡി ഉള്ള സമയത്തേ 108 അമ്പലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ അത് എത്രമാത്രം മുന്നോട്ട് വന്നു, എത്രമാത്രം അമ്പലങ്ങളായി, എത്രമാത്രം സെൻറ്റേഴ്സായി ലോകമെമ്പാടും എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഒരിക്കലും അവിടെ നിന്ന് പോകുന്നില്ല, കൂടി 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 വരികയാണ് ചെയ്യുന്നത്. കാര്യം എന്താണ്? അതാണ് ഈ കൃഷ്ണപ്രേമത്തിൻ്റെ മഹത്വം. അത് ആരാണ് ഇതിൻ്റെ പുറകിൽ? പഞ്ചതത്വ അവർ വന്നു. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു, ശ്രീ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈത പ്രഭു, ഗദാധർ പ്രഭു, ശ്രീവാസ് പ്രഭു, ബാക്കി എല്ലാവരും ആ മഹാപ്രഭുവിൻ്റെ പാർഷദരെല്ലാവരും വന്ന സമയത്ത് അവർ ചെയ്തു, തുടക്കമിട്ടു. അതിനുശേഷം ഓരോ ആചാര്യന്മാർക്ക് അത് കൊടുത്തു, അവരത് മുന്നോട്ട് കൊണ്ടുവന്നു. അതാണ്. അപ്പോൾ ഇതൊരിക്കലും നിൽക്കുന്ന കാര്യമല്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, ഇനിയും നടക്കും. പക്ഷേ കുറച്ച് കാലം കൂടെ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ. ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നതിന് ശേഷം 10,000 വർഷത്തോളം ഉണ്ടാവും ഇതെല്ലാം. അതിനുശേഷം ഇതെല്ലാം പോകുന്നു. കലിയുഗം കൂടുതൽ പ്രോഗ്രസ് ആവുമ്പോൾ, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ഹരിനാമവും നഷ്ടപ്പെടുന്നു. എല്ലാം ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നഷ്ടമാവും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇവിടെ കൂടുതൽ സമയം ഈ ലോകത്ത് നിൽക്കാം എന്നുള്ളൊരു ഉദ്ദേശം നമുക്ക് വേണ്ട. നല്ല ബുദ്ധിയല്ല. എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് നല്ലത്, എത്രയും പെട്ടെന്ന്. അതുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് ബാക്കി ഞാൻ ചെയ്യാം, ഈ ജന്മത്തിൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യട്ടെ എന്നുള്ളൊരു ഫീലിങ്സ്, അങ്ങനെ ഒരു തോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപകടമാണത്, വലിയൊരു അപകടമാണ്. ഈ അടുത്ത ജന്മത്തിൽ മനുഷ്യജന്മം കിട്ടുമോ എന്നുള്ളത് തന്നെ ഉറപ്പില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള അവസരം കംപ്ലീറ്റ്ലി ഭഗവാൻ തന്നിട്ടുള്ള ആ ഒരു അവസരം നമ്മൾ ഉപയോഗിക്കുക. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി. അത് നാളേക്ക് മാറ്റി വയ്ക്കേണ്ട കാര്യമല്ല, ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ 10,000 വർഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഭൂമണ്ഡലത്തിലെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടാണ് 10,000 വർഷം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും പുണ്യ പ്രവർത്തികൾ ചെയ്ത് നമ്മൾ സ്വർഗ്ഗലോകത്തിലേക്ക് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നതിന് പകരം സ്വർഗ്ഗലോകത്തിലേക്ക് പോയി എന്ന് വെക്കുക. എന്തെങ്കിലും നമ്മൾ പുണ്യങ്ങൾ ചെയ്തത് കാരണം കാര്യം പുണ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ വേണ്ടി, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു ഹയർ പ്ലാനറ്റ്സിലേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടും. പക്ഷേ അപകടം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സമയവും അവിടുത്തെ സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ 10,000 വർഷം, അവിടെ കുറച്ച് സമയമുള്ളൂ, 100 വർഷമേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവിടെ പോയി എൻജോയ് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടുത്തെ 10,000 വർഷം കഴിയുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഗോൾഡൻ പീരീഡ് കഴിയുന്നു. പിന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. അപ്പോൾ ഹരിനാമം ഉണ്ടാവില്ല, സത്സംഗം ഉണ്ടാവില്ല, അറിയില്ലേ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. നമ്മൾ ഈ കാണുന്നതൊന്നും ഉണ്ടാവില്ല, സൂം ഉണ്ടാവില്ല, ചൈതന്യ ചരിതാമൃതം പഠനം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ആ ഒരു ഡേഞ്ചർ ഉള്ളത് കൊണ്ട്, ആ ഒരു അപകടം മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അപ്പോഴേക്ക് ഇത് പോസ്റ്റ്പോൺ ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അതാണ് പ്രഭുപാദ് ഓർമ്മിപ്പിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഇനി സമയമില്ല, ഓൾറെഡി സമയം നമ്മളിൽ നിന്ന് കുറേ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ. ഈ ജന്മത്തിലും ഒരുപാട് നഷ്ടപ്പെട്ടു, ഇനി നഷ്ടപ്പെടുത്താനില്ല. എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്ന് ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നൊരു പരിപാടിയില്ല. പ്രഭുപാദ് എന്ത് പറയുന്നു, ഗുരു എന്ത് പറയുന്നു, ഫോളോ ചെയ്യുക, മുന്നോട്ട് പോവുക. ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്ന് മാക്സിമം ട്രൈ ചെയ്യുക. ബാക്കി ഭഗവാനുണ്ട് കൂടെ, ഗുരുവുണ്ട്, അത് നമ്മളെ കൊണ്ടുപോയിക്കോളും. പ്രഭുപാദ് ഇവിടെ പറയുന്നു, യൂറോപ്യൻസ്, അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ അമേരിക്കൻ ശിഷ്യർ വന്ന സമയത്ത് അവരെ പ്രഭുപാദ് ഇവിടെ കൊണ്ടുവന്നത് ആദ്യമായിട്ട്. അപ്പോൾ ആളുകൾക്ക് അത്ഭുതമായി. വെളുത്ത യൂറോപ്യൻസും അമേരിക്കൻ ബോഡിയും ആയിട്ടുള്ള വൈഷ്ണവർ, നല്ല അവരുടെ കളറൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ആ സന്യാസ വേഷവും അല്ലെങ്കിൽ ആ സാഫ്രൻ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ വല്ലാത്തൊരു അട്രാക്ഷനാണ് തോന്നുക. മാത്രമല്ല
അതേപോലെ കുറേ മാതാജീസും വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും വൈഷ്ണവ തിലകെല്ലാം തൊട്ട് മുടിയെല്ലാം അല്ലെങ്കിൽ ഷേവെല്ലാം ചെയ്ത് ക്ലീൻ ഷേവെല്ലാം ചെയ്ത് പൂണൂലൊക്കെ ധരിച്ച് കുറേ ബ്രാഹ്മണ ദീക്ഷ കഴിഞ്ഞവരുമുണ്ട്. ഇതെല്ലാം കണ്ട് ആളുകൾക്ക് അത്ഭുതമായി ഇതെന്താ സംഭവം എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ പ്രഭുപാദിനെ ക്രിട്ടിസൈസ് ചെയ്തു. അതായത് മ്ലേച്ഛർക്കും ഇങ്ങനെയുള്ളവർക്കാണോ ബ്രാഹ്മണ ദീക്ഷ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പ്രഭുപാദ് കൊടുത്തത് പ്രഭുപാദിൻ്റേതായിട്ടുള്ളൊരു ഒരു മഹാകൃപ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെയാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണെന്നുള്ളതാണ്. പ്രഭുപാദ് പറയുന്നു നിങ്ങളിൽ എത്ര പേര് 4 നിയമങ്ങൾ പാലിക്കുന്നുണ്ട്? 4 നിയമങ്ങൾ പാലിക്കുന്ന എത്ര പേര് നിങ്ങളിലുണ്ട്? എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇവരെല്ലാവരും അത് ഫോളോ ചെയ്യുന്നവരാണ്. അവരതിന് ക്വാളിഫൈഡ് ആണ്. എവിടെ ജനിച്ചു എന്നുള്ളതിന് വിഷയമല്ല. എവിടെ ജനിച്ചു, ഏത് കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വിഷയമല്ല. കൃഷ്ണാവബോധം ഫോളോ ചെയ്യുന്നുണ്ടോ, ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? വൺസ് ആ ഒരു പഴയ സ്റ്റേജിൽ നിന്ന് മാറി പഴയ തെറ്റുകളൊന്നും ഇപ്പോൾ ചെയ്യാതെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇതിൽ വന്ന് ഹരിനാമം ചൊല്ലുന്നു, അതേപോലെ തന്നെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നു, 4 നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ്ലി പാലിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് കുഴപ്പം? നമ്മുടെ കിപ വിപ്ര കീപന്യാസി ശൂദ്ര കപുനായി മഹാപ്രഭു പറയുന്നുണ്ട്. വിപ്രനാവട്ടെ ശൂദ്രനാവട്ടെ ആര് വേണമെങ്കിൽ ആവാം. ഗുരു ആവാനുള്ള അധികാരമുണ്ട് അവർക്ക്. കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പ്രോപ്പർലി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നവരാണെങ്കിൽ, ശാസ്ത്രങ്ങൾ പഠിച്ച് അവർ വേണ്ട രീതിയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഗുരു ആവാനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്ന് മഹാപ്രഭു പറയുന്നു. പിന്നെയാണോ ബാക്കിയുള്ള സ്മാർത്ത ബ്രാഹ്മണരോ ആരെങ്കിലും പറയുന്നതിന് അതിന് പ്രസക്തിയുണ്ടോ? ഇല്ല. അപ്പോൾ കാര്യം എന്താണ്? ഭക്തിയാണ്. ഇപ്പോൾ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ്. പ്രഭുപാദ് ഇതൊക്കെ പ്രഭുപാദിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇനീഷ്യലി. കാര്യം ആളുകൾ ഒരുപാട് എഗെയിൻസ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ആരോ ഔട്ട്ലുക്കേ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് തുടക്കത്ത് പ്രഭുപാദ് ഒരുപാട് ഇതുപോലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ആളുകളുടെ ക്രിറ്റിസിസും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ശ്ലോകം. മായാവാദി കർമ്മനിഷ്ഠ കുതർക്കിക ഗണ നിന്തക പാഷണ്ഡിയത പൗഡ്യ അധമ സെയി സഭ മഹാദക്ഷ ധാന പാലായില സേവന്യത സഭാർ ചുനിത്തെ നാരില. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മായാവാദി വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. മായാവാദി കർമ്മനിഷ്ഠ കുതാർക്കിക ഗണ നിന്ദക പാഷണ്ഡിയത പടുയ അധമ സയി സഭ മഹാദക്ഷ ധായ പലായില സയി വന്യത സബരെ ചുനിതെ നാരില. കീർത്തൻ ഭാർത്തം. ശ്രീല പ്രഭുപാദ് കി ജയ്. നിരാകാരവാദികൾ, കാമ്യകർമ്മികൾ, കുതർക്കികൾ, നിന്ദകന്മാർ, അഭക്തന്മാർ, അധമ വിദ്യാർത്ഥികൾ എന്നിവർ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തെ ഒഴിവാക്കുന്നതിൽ സമർത്ഥന്മാരാണ്. അതിനാൽ കൃഷ്ണാവബോധത്തിന്റെ ഈ പ്രളയജലം അവരെ സ്പർശിക്കില്ല. ഭാവാർത്ഥം. ബനാറസിലെ പ്രകാശാനന്ദ സരസ്വതിയെ പോലുള്ള മുൻകാലത്തെ മായാവാദി തത്വചിന്തകന്മാരെ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ താല്പര്യമില്ലാത്ത നിരാകാരവാദികൾ ആധുനിക കാലത്തുമുണ്ട്. ഭൗതിക ലോകത്തിന്റെ മൂല്യമറിയാത്ത അവർ ഇതിനെ മിഥ്യയായി കരുതുന്നു. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന് ഈ ഭൗതിക ലോകത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുമെന്ന് അവർക്ക് മനസ്സിലാക്കാനാവില്ല. ആധ്യാത്മിക വൈവിധ്യങ്ങൾക്ക് പോലും ഭൗതികമാണെന്ന് അവ്യക്തിഗത ചിന്തകളിൽ അതിയായി മുഴുകിയിരിക്കുന്ന ഇക്കൂട്ടർ കരുതുന്നു. ബ്രഹ്മജ്യോതിയെക്കുറിച്ചുള്ള തങ്ങളുടെ തെറ്റായ ധാരണയല്ലാതെ മറ്റൊന്നും അവർക്ക് ഗ്രാഹ്യമല്ല. അതിനാൽ പരമദിവ്യത്വം പുരുഷൻ കൃഷ്ണൻ ആധ്യാത്മികനും ഭൗതിക അതീതനുമാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാനാവുന്നില്ല. കൃഷ്ണൻ സ്വയം രൂപത്തിലോ ഭക്തനായോ അവതരിക്കുമ്പോഴെല്ലാം മായാവാദി തത്വചിന്തകന്മാർ അദ്ദേഹത്തെ ഒരു സാധാരണ മനുഷ്യനായി കരുതുന്നു. ഭഗവത്ഗീത 9:11 ഇതിനെ അപലപിക്കുന്നു. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം ഹരം ഭാവം അജാനന്ദോ മമാഭൂതമഹേശ്വരം. മനുഷ്യരൂപത്തിൽ അവതരിക്കുമ്പോൾ മൂഢന്മാർ എന്നെ അവഹേളിക്കുന്നു. സർവസ്വത്തിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്കറിയില്ല. ഭഗവാന്റെ അവതാരത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സ്വയം അവതാരങ്ങളായി നടിച്ച് സാമാന്യ ജനങ്ങളെ കബളിപ്പിക്കുന്ന വഞ്ചകരായ മറ്റൊരു കൂട്ടരുണ്ട്. ഈ ഒരു ഈശ്വരാവതാരം ശാസ്ത്ര പ്രസ്താവനകളാൽ വ്യക്തമായി സൂചിപ്പിക്കപ്പെട്ടും അസാധാരണമായ പ്രവൃത്തികളിൽ നിർവഹിക്കുന്നതുമായിരിക്കും. ഒരു കുബുദ്ധിയെ ഈശ്വരാവതാരമായി സ്വീകരിക്കാതെ പരമദിവ്യത്വ പുരുഷനെന്ന് സ്വയം അവകാശപ്പെടുന്ന അവന്റെ കഴിവുകളെ പരിശോധിക്കേണ്ടതാണ്. ഉദാഹരണമായി കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീതയിൽ ശിക്ഷണം നൽകുകയും അർജുനൻ അവിടുന്ന്
പരമദിവ്യത്വ പുരുഷനായി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാനായി അർജുനൻ കൃഷ്ണനോട് തന്റെ വിശ്വരൂപം കാണിക്കുവാൻ അപേക്ഷിച്ചു. ഇപ്രകാരം യഥാർത്ഥത്തിൽ അദ്ദേഹം പരമപുരുഷനാണോ എന്ന് പരിശോധിക്കുകയുണ്ടായി. അതുപോലെ ശാസ്ത്ര നിർദ്ദിഷ്ടങ്ങളായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഒരാൾ ഈശ്വരാവതാരമാണോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതാണ്. യോഗശക്തികളുടെ പ്രകടനങ്ങളാൽ വഴിതെറ്റിക്കപ്പെടുന്നത് ഒഴിവാക്കുവാനായി ശാസ്ത്ര പ്രസ്താവനയുടെ വെളിച്ചത്തിൽ വേണം അവതാരമെന്ന അവകാശവാദം ഉന്നയിക്കുന്നവരെ പരീക്ഷിക്കേണ്ടത്. ചൈതന്യ മഹാപ്രഭുവിനെ കൃഷ്ണന്റെ അവതാരമായി ശാസ്ത്രങ്ങൾ വിവരിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ അനുകരിച്ച് സ്വയം അവതാരമെന്ന് അവകാശപ്പെടുന്നവർ ശാസ്ത്രങ്ങളിൽ നിന്ന് തെളിവുകൾ നൽകി തങ്ങളുടെ അവകാശങ്ങൾ സ്ഥിരീകരിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു. ഇവിടെ പറയുന്നു മായാവാദികൾ, നിരാകാരവാദികൾ, കർമ്മികൾ, കൂട്ടാരിക്ക ഗണ, അതായത് ഈ ലോജീഷ്യൻസ്, അത് പ്രോപ്പറായിട്ടുള്ള തത്വവാദികളല്ല, അതായത് ന്യായവാദികളല്ല, അത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഉള്ള ആളുകൾ, നിന്ദിക്കുന്നവർ, അതുപോലെ പാഷണ്ഡി എന്ന് പറഞ്ഞാൽ ഭക്തരല്ലാത്തവർ, അഭക്തർ, അല്ലെങ്കിൽ നിരീശ്വരവാദികളെ പോലുള്ളവർ, ഇവരെല്ലാവരും, അല്ലെങ്കിൽ അധമ, ഏറ്റവും താഴെയുള്ള കാറ്റഗറിയിലുള്ള ആളുകളാവട്ടെ, ഇവരെല്ലാവരും കൃഷ്ണാവബോധത്തെ പൂർണ്ണമായിട്ടും അവർ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഹരേകൃഷ്ണ പ്രസ്ഥാനം എന്നിവിടെ പറയുന്നത് ആക്ച്വലി ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ മിഷനെ കുറിച്ചാണ് പറയുന്നത്. കൃഷ്ണാവബോധം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കൃഷ്ണ കോൺഷ്യസ്നസ് മൂവ്മെൻ്റ് എന്ന് പ്രഭുപാദ് പറയുന്നു ട്രാൻസ്ലേഷനിൽ. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ഒരു മിഷൻ അതാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു എല്ലാവരിലേക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രം എത്തിക്കുക, എല്ലാവരെയും ഭക്തരാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന നിരാകാരവാദികൾ, മായാവാദികൾ, കർമ്മികൾ, അതേപോലെ ഈ കൂട്ടാരിക്ക, അതിന് നിന്ദകർ, പാഷണ്ഡിമാർ, ഇവരൊക്കെ ഇങ്ങനെയുള്ളവർക്കൊന്നും ഈ പ്രസ്ഥാനം കൃഷ്ണാവബോധം എന്ന് പറയുന്നത് അവർക്ക് ഇതിൽ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരതിനെ തിരസ്കരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കൃഷ്ണാവബോധം, അല്ലെങ്കിൽ കൃഷ്ണപ്രേമത്തിൻ്റെ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഭണ്ഡാരം തുറന്ന് അതെല്ലാവരിലേക്കും എത്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ, ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് അത് തൊടാൻ പോലും പറ്റുന്നില്ല. കാര്യം അത് അവരുടെ പ്രശ്നമാണ്. അവർക്കും ഇത് അവൈലബിളാണ്, എല്ലാവർക്കും അവൈലബിളാണ്. യോഗ്യത നോക്കാതെയാണ് മഹാപ്രഭുവും പാർഷരും അത് വിതരണം ചെയ്യുന്നത്. പക്ഷേ അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾക്ക് പോയിട്ട് നമ്മൾ അമൃത് കൊടുക്കുന്നു, അമൃത് കൊടുത്താൽ അത് സ്വീകരിക്കണ്ടേ? അവർ സ്വീകരിക്കാൻ തയ്യാറാവണം. നമ്മുടെ കൂട്ടത്തിലും ഇത് കാണാം നമുക്ക്. ആക്ച്വലി നമ്മൾ മാക്സിമം ഈ പ്രചരണം ചെയ്യുന്ന സമയത്ത് മാക്സിമം പല ആളുകളിലേക്കും കൃഷ്ണാവബോധം എത്തിക്കാൻ നോക്കുമ്പോൾ ചിലവരത് ഭാഗ്യശാലികളായിട്ടുള്ളവർ, അവർക്ക് സുഹൃതിയുള്ളവർ അത് ആക്സെപ്റ്റ് ചെയ്യും. എന്നാൽ ചിലവരത് റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ക്രിട്ടിസൈസും ചെയ്യും. അങ്ങനെയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നു, അങ്ങനെയുള്ളവർക്ക് ഈ കൃഷ്ണാവബോധത്തെക്കുറിച്ചോ കൃഷ്ണപ്രേമത്തെക്കുറിച്ചോ അതൊന്നും അവരെ തൊടുന്നു പോലുമില്ല. അതുകൊണ്ട് അവർക്ക് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ ഒരു മഹാസൗഭാഗ്യത്തെക്കുറിച്ച് അവർക്ക് അറിയാൻ സാധിക്കില്ല ഇവിടെ പറയുന്നു ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ശിലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, മായാവാദികളെക്കുറിച്ച് പറയുന്നു, ഇവിടെ നിരാകാരവാദികളെക്കുറിച്ചും. പ്രകാശാനന്ദ സരസ്വതി ബനാറസിൽ ഉണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു മനോഹരമായിട്ടുള്ള ലീലയാണ്. ഇന്ന് മധ്യലീലയിൽ നമ്മൾ കാണും. നമ്മൾ പലതവണ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ചൈതന്യ മഹാപ്രഭു ബനാറസിൽ പോകുന്ന സമയത്ത് അവിടെ ആകെ ഒന്ന് തപൻ മിശ്ര ഉണ്ടായിരുന്നു, ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മഹാരാഷ്ട്രീയൻ ബ്രാഹ്മണൻ. ഇങ്ങനെയാണ് പറയുന്നത് ചൈതന്യ ചരിതാമൃതത്തിൽ. തപൻ മിശ്ര ആരാണ്? ശില രഘുനാഥ് ഭട്ട ഗോസ്വാമിയുടെ അച്ഛൻ. അതേപോലെ ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. പിന്നെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ മഹാരാഷ്ട്രീയൻ ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ 3 പേരേ ഉള്ളൂ അവിടെ വൈഷ്ണവർ. ബാക്കി എല്ലാവരും മായാവാദികളാണ്. ബാക്കി എല്ലാവരും പ്രകാശാനന്ദ സരസ്വതിയുടെ ആ ഒരു കാര്യം. ബനാറസ് എന്ന് പറയുന്ന സ്ഥലം കൂടുതൽ മായാവാദികൾ, നിരാകാരവാദികളുടെയും ഒരു ഹബ്ബായിരുന്നു അന്നും ഇന്നും കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് മഹാപ്രഭു പോകുന്നത്. മനഃപൂർവ്വം അവിടെ പോകുന്നതാണ്. ഓക്കെ, തപൻ മിശ്രയോട്, അതാണ് വേറൊരു കാര്യം കൂടെ നോക്കണം.
തപൻ മിശ്ര അവിടെ വരാൻ കാര്യം എപ്പോഴാണെന്നറിയോ? മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ അദ്ദേഹം സ്കോളർഷിപ്പ് പാസ്റ്റൈംസ് നടത്തുന്ന സമയത്ത്, അതായത് സന്യാസം എടുക്കുന്നേക്കാൾ മുമ്പും, ഈവൻ നോട്ട് സന്യാസമല്ല, അദ്ദേഹം ഗയയിൽ പോയി ഈശ്വരപുരി മഹാരാജിനെ കാണുന്നേക്കാൾ മുമ്പുള്ള സമയത്ത്, അദ്ദേഹം സംസ്കൃതം പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹം ഇതുപോലെ പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട്. അവിടെ നവദ്വീപിൽ പഠിപ്പിക്കാറുണ്ട്. മാത്രമല്ല അദ്ദേഹം ബംഗാളിലേക്കും അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ ഒരിക്കൽ ബംഗാളിലേക്ക് പോയപ്പോൾ, ബംഗ്ലാദേശിൽ ഇന്നത്തെ ബംഗ്ലാദേശ് അന്ന് ഒരുമിച്ചായിരുന്നു, ഇന്ത്യയുമായിട്ട് ചേർന്നിട്ടായിരുന്നു. അന്ന് ഇപ്പോഴത്തെ ബംഗ്ലാദേശാണ് പറയുന്നത്. അവിടെയായിരുന്നു തപൻ മിശ്രയൊക്കെ. അവിടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുന്നുണ്ട്. അന്ന് അദ്ദേഹം സംസ്കൃതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ശരിക്കും. ആ സമയത്താണ് തപൻ മിശ്രയെ കാണുന്നത്. തപൻ മിശ്രയ്ക്ക് അവിടെ നിന്ന് മഹാപ്രഭു ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അന്ന് ഹരികൃഷ്ണ പ്രസ്ഥാനം തുടങ്ങിയിട്ടില്ല, സങ്കീർത്തന ആന്തോളനം തുടങ്ങിയിട്ടില്ല. മഹാപ്രഭു ഭാവുക് നിമായി ആയിട്ടില്ല. ഭാവുക് നിമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭാവങ്ങൾ, കൃഷ്ണപ്രേമത്തിൻ്റെ ഭാവങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ല. അത് സംഭവിക്കുന്നത് ഈശ്വരപുരി മഹാരാജിൽ നിന്ന് ദീക്ഷ കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ ദീക്ഷ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപ്രഭു ഈശ്വരപുരി മഹാരാജിന് ദീക്ഷാമന്ത്രം പറഞ്ഞു കൊടുക്കുന്നു, തിരിച്ച് ഈശ്വരപുരി മഹാരാജ് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം. കൃഷ്ണനും രാധാറാണിക്കും ആര് ദീക്ഷ കൊടുക്കാനാണ്? പക്ഷേ എന്നാലും ലീലയുടെ ഭാഗമായിട്ട് അങ്ങനെ നടക്കുന്നു. ഭാവുഗ്നിയുമായാവുന്നേക്കാൾ ഒരുപാട് വർഷങ്ങൾ മുമ്പാണ്, അല്ലെങ്കിൽ ഒരുപാട് സമയം മുമ്പാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അന്നേ മഹാപ്രഭു ഇദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോകാനാണ് പറഞ്ഞത്. അന്ന് കൊടുത്ത ഇൻസ്ട്രക്ഷനാണ് തപൻ മിശ്ര അങ്ങനെയാണ് ഇവിടെ വരുന്നത് ആക്ച്വലി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മഹാപ്രഭു ഭാവുഗ്നിമായി ആവുന്നു, സങ്കീർത്തന ആന്തോളനം സ്റ്റാർട്ട് ചെയ്യുന്നു നവദ്വീപിൽ. ശ്രീവാസാങ്കണിൽ നടക്കുന്ന ആ സങ്കീർത്തനം ലീലകളൊക്കെ നടക്കുന്നു. അതിനുശേഷം സന്യാസം എടുക്കുന്നു. സന്യാസം എടുത്ത് ജഗന്നാഥ്പുരിയിൽ പോകുന്നു. അതിനുശേഷം അദ്ദേഹം ടൂർ ചെയ്യുന്ന സമയത്താണ് ബനാറസിൽ പോകുന്നത്, കുറേ വർഷങ്ങൾ കഴിഞ്ഞ്. അപ്പോൾ അവിടെ തപൻ മിശ്രയുണ്ട്, ശ്രീല രഘുനാഥ് ഭട്ട് ഗോസ്വാമിയുണ്ട്, കുട്ടിയായിരുന്നു അന്ന്. അവിടെ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ വേറൊരു ഭക്തനുണ്ട്, പിന്നെ ഒരു ബ്രാഹ്മണനുണ്ട്. ഇങ്ങനെ ഇവർ 3 പേരുള്ള വൈഷ്ണവർ. ബാക്കി എല്ലാവരും പ്രകാശാനന്ദ സരസ്വതിയുടെ കീഴിലുള്ളവരാണ്. പ്രകാശാനന്ദ സരസ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മായാവതി സന്യാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യരെക്കുറിച്ച് പറയുന്നു 70,000-80,000 ഡിസൈപ്പിൾസ് ആയിരുന്നു അദ്ദേഹത്തിന്, അത്രയധികം. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്കാണ് മഹാപ്രഭു പോകുന്നത്. അപ്പോൾ ഈ മഹാരാഷ്ട്രീയൻ ബ്രാഹ്മണൻ, ഈ പറയുന്ന വൈഷ്ണവ ബ്രാഹ്മണൻ, അദ്ദേഹം മഹാപ്രഭു വന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ പ്രകാശാനന്ദ സരസ്വതിയും ഉണ്ട്, അപ്പോൾ ഒന്ന് അവിടേക്ക് വരണം, അവരുടെ അടുത്തേക്ക് ഒന്ന് വരണം എന്ന് പറയും. ചൈതന്യ മഹാപ്രഭു ബനാറസിലേക്ക് എൻ്റർ ചെയ്യുന്നത് തന്നെ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ്. സങ്കീർത്തനം ചൊല്ലുന്നു, ഹരികൃഷ്ണ ചൊല്ലിക്കൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ബനാറസിൽ ആരും കണ്ടിട്ടില്ല അതുവരെ. എന്താണ് ഒരു എക്കോ വരുന്നത്? എനിവേ, ആരും കണ്ടിട്ടില്ല ഇതുവരെ. കാര്യം അവിടെയുള്ള സന്യാസിമാരൊക്കെ, പ്രകാശാനന്ദ സരസ്വതി അവരൊക്കെ സന്യാസിയാണ്. അവരൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകളാണ്. ഇവിടെ മഹാപ്രഭു ആണെങ്കിൽ ഡാൻസ് കളിക്കുന്നു, സന്യാസി വേഷത്തിലാണ് ഡാൻസ് കളിക്കുന്നു, കീർത്തനം ചൊല്ലിക്കൊണ്ട് ഡാൻസ് കളിക്കുന്നു. ചില സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, ചില സമയത്ത് നിലത്ത് കിടന്ന് ഉരുളുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത്ഭുതമായി. അപ്പോൾ മഹാപ്രഭുവിനെ ഫോളോ ചെയ്തു തുടങ്ങി കുറേ ആളുകൾ. ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപ്രഭു നഗരത്തിലൂടെ കീർത്തനം ചൊല്ലി നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു, അവരും കൂടുന്നു കീർത്തനത്തിൽ. അപ്പോൾ ഈ ഒരു ന്യൂസ് പ്രകാശാനന്ദ സരസ്വതിയിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, ഒരു പുതിയൊരു സന്യാസി ഇവിടെ വന്നിട്ടുണ്ട്. ആ സന്യാസിയാണ് അദ്ദേഹം, സന്യാസി വേഷമൊക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പരിപാടി ഇതാണ്, ഡാൻസ് കളിക്കുന്നു, കീർത്തനം ചൊല്ലുന്നു, ഇതുവരെ കാണാത്തത്. പ്രകാശാനന്ദ സരസ്വതിക്ക് ഇത് കേട്ടപ്പോൾ, അതേ സന്യാസിയായിട്ട് ആരാണ് ഇങ്ങനെ ചെയ്യുന്നത്, സെൻറ്റിമെൻ്റലിസ്റ്റായിട്ട് ആരാണ് നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വന്നില്ല. പക്ഷേ ഈ ബ്രാഹ്മണൻ മഹാപ്രഭുവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, ഇദ്ദേഹം ഇങ്ങനൊരു വലിയൊരു സന്യാസിയുണ്ട്, അതിന് ഒരുപാട് ഡിസൈപ്പിൾസും ഉണ്ട്, അന്ന് അവിടെ നമുക്ക് പോകണം എന്ന്, അങ്ങൊന്ന് വരണം എന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു ആദ്യം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ മഹാപ്രഭു അവിടെ വരാനുള്ള ഒരേ ഒരു കാരണം അതാണ്. ഒന്ന് തപൻ മിശ്രയെ കാണാനും, കാര്യം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അതേ കൂട്ടത്തിൽ തന്നെ രഘുനാഥ് ഭട്ട് ഗോസ്വാമിയുണ്ട്. അദ്ദേഹത്തിന് ഇനി ഫ്യൂച്ചർ മഹാപ്രഭുവിൻ്റെ അടുത്ത വൺ ഓഫ് ദ മെയിൻ, എന്താ പറയുക, അടുത്ത പ്രസ്ഥാനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ആചാര്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ കാണുന്നു.
പ്ലസ് പ്രകാശാനന്ദ സരസ്വതിയെ കൂടെ കംപ്ലീറ്റ്ലി കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശം കൂടെ മഹാപ്രഭുവിനും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബ്രാഹ്മണൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ റിക്വസ്റ്റ് പ്രകാരം മഹാപ്രഭു പ്രകാശാനന്ദ സരസ്വതിയുടെ അവിടെ പോകുന്നു. അപ്പോൾ അത് മനോഹരമായിട്ടുള്ളൊരു ലീലയാണ്. നമ്മൾ ഇനി അവിടെ എത്തുമ്പോൾ എനിവേ അത് ഡിസ്കസ് ചെയ്യും. ബട്ട് അത് ഇപ്പോൾ ഓർത്തപ്പോൾ എന്തോ അത് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. കാര്യം അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെക്ഷനാണ്, നല്ല ഒരു സെക്ഷനാണ്. ചൈതന്യ ചരിതാമൃതം മുഴുവനും അങ്ങനെയാണ്. എല്ലാ സെക്ഷനും വളരെ വളരെ സ്വീറ്റാണ്. അപ്പോൾ ആ സമയത്ത് മഹാപ്രഭുവോടെ പോകുമ്പോൾ വലിയൊരു പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകാശാനന്ദ സരസ്വതി വ്യാസാസനത്തിലിരുന്ന് ഇരിക്കുന്നു. ബാക്കി കുറേ അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് 60,000-70,000 ഡിസൈപ്പിൾസാണ് ഇരിക്കുന്നത്, ശിഷ്യരാണ് ഇരിക്കുന്നത്. മഹാപ്രഭു അകത്തേക്ക് പോയില്ല. ചൈതന്യ മഹാപ്രഭു എല്ലാവരും ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് ചെരുപ്പ് വെച്ച് കാല് കഴുകിയാണ് എല്ലാവരും അകത്തോട്ട് പോകുന്നത്. ആ കാല് കഴുകുന്ന ചെരുപ്പ് വെക്കുന്ന ആ സ്ഥലത്ത് മഹാപ്രഭു ഇരിക്കുന്നു. സൈലൻ്റായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. പ്രകാശാനന്ദ സരസ്വതി അവിടെ ഇരുന്ന് മായാവാദ ഫിലോസഫിയിലുള്ള പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ആ അകലെ നിന്ന് ഒരുപാട് വലിയൊരു എന്താ പറയുക, കാര്യം 70,000-80,000 ആളിരിക്കണമെങ്കിൽ എത്ര വലിയൊരു ഹോളോ എന്താണെന്ന് അറിയില്ല. ആ പന്തൽ എത്ര വലുതായിരിക്കും. അപ്പം മഹാപ്രഭുവിനെ അല്ലെങ്കിൽ എന്തോ ഒരു വെളിച്ചം വരുന്നതായിട്ട് ഇദ്ദേഹത്തിനെ ഫീൽ ചെയ്തു. പ്രകാശാനന്ദ സരസ്വതിക്ക് എന്തൊരു വെളിച്ചം വരുന്നു, അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ ഒരു ആളിരിക്കുന്നുണ്ട്. ആ വ്യക്തിയിൽ നിന്നാണ് ഈ പ്രകാശം വരുന്നത്. സംഭവം എന്താണ്? പ്രകാശം, ഈ വെളിച്ചം ഇദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടി. കാര്യം എന്താണ്? ഒന്നാമത് മായാവതിയാണ് അദ്ദേഹം, മായാവതി സന്യാസിയായിരുന്നു. മായാവതികളുടെ ലക്ഷ്യം ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മജ്യോതി കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ ജ്യോതി കണ്ടപ്പോൾ പെട്ടെന്ന് ക്ലിക്കായി. അപ്പോഴേ അദ്ദേഹത്തിന് സംശയം തോന്നി, ഇതെന്താ സംഭവം? കാര്യം പ്രകാശാനന്ദ സരസ്വതി ഹൈലി സ്കോളറാണ്. അദ്ദേഹം വലിയൊരു വ്യക്തിയാണ്. സാധാരണ ഒരു ആളല്ല. അല്ലെങ്കിൽ 70,000-80,000 ഡിസൈപ്പിൾസ് ഉണ്ടാവില്ല അദ്ദേഹത്തിന്. അപ്പോൾ എന്നാൽ മഹാപ്രഭുവിൻ്റെ ആ ഒരു വെളിച്ചം, ശരീരത്തിൽ വരുന്ന ആ തേജസ് ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡിസൈപ്പിൾസിനോട് പറഞ്ഞു, അദ്ദേഹത്തെ ആരോ അവിടെ ഇരിക്കുന്നുണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അകത്തേക്ക്. അങ്ങനെ ഇവർ പോയി വിളിച്ചു. മഹാപ്രഭു പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങളെല്ലാവരും വരിഷ്ഠരാണ്, ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. പിന്നെ അവസാനം മഹാപ്രഭു അകത്തോട്ട് പോന്നു അവരുടെ നിർബന്ധപ്രകാരം. അങ്ങനെ പ്രകാശാനന്ദ സരസ്വതിയുടെ അടുത്ത് മുമ്പിൽ കൊണ്ടിരുത്തുന്നു മഹാപ്രഭുവിനെ. ചൈതന്യ മഹാപ്രഭു വളരെ വിനയത്തോടു കൂടി നമസ്കരിച്ച്, എല്ലാവരും മുമ്പിൽ നമസ്കരിച്ച് അദ്ദേഹം അവിടെ ഇരിക്കുന്നു. പ്രകാശാനന്ദ സരസ്വതി ചോദിച്ചു, ആരാണ്? നമ്മളെല്ലാവരും ഒരേ ഫാമിലിക്കാരാണ്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. കാര്യം നീയും സന്യാസി എന്താ പേരൊക്കെ അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, പ്രകാശാനന്ദ സരസ്വതി, ഞാനും അറിഞ്ഞു ഇങ്ങനെ നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അറിഞ്ഞു. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മഹാപ്രഭുവിനോട് പറയണം, ചൈതന്യ മഹാപ്രഭു അങ്ങയുടെ സന്യാസി ഗുരു കേശവ ഭാരതിയാണ്. ഭാരതി സരസ്വതി എന്നൊക്കെ പറയുന്നത് ഒരു ഈ സന്യാസിമാരുടെ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷനാണ് ആക്ച്വലി. ഇപ്പോൾ കുറേ ഭാരതി എന്ന് പറയുന്ന സന്യാസിമാരുണ്ട്, സരസ്വതി എന്ന് പറയുന്ന, ഇവരെല്ലാവരും മായാവതി സന്യാസികളുടെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ പ്രകാശാനന്ദ സരസ്വതി പറയുന്നു മഹാപ്രഭുവിനോട്, നമ്മളൊക്കെ ശരിക്കും ഒരേ ഫാമിലിയിലുള്ള ആളുകളാണ്. അങ്ങ് ഭാരതി കേശവ ഭാരതിയിൽ നിന്നാണ് സന്യാസം സ്വീകരിച്ചിട്ടുള്ളത്, നമ്മൾ സരസ്വതി ആ ഒരു ലീനിയേജാണ്. അപ്പോൾ എനിവേ നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. ഞങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. നിങ്ങളെന്താണ് ഇങ്ങനെ സെൻറ്റിമെൻ്റലിസ്റ്റിനെ പോലെ ഇങ്ങനെ നഗരത്തിലൂടെ നടന്നുകൊണ്ട് കീർത്തനം ചൊല്ലുന്നു, ഡാൻസ് കളിക്കുന്നു? ഇതൊന്നും ഒരു സന്യാസിയും ചെയ്യേണ്ട കാര്യമല്ല. സന്യാസിമാരായി കഴിഞ്ഞാൽ വേദാന്തം പഠിക്കണം, വേദാന്തങ്ങൾ ചർച്ച ചെയ്യണം. ഇതാണ് സന്യാസിമാരുടെ അവർ ചെയ്യേണ്ട കാര്യം ഇതാണ് എന്ന് പറഞ്ഞു പ്രകാശാനന്ദ സരസ്വതി മഹാപ്രഭുവിനോട്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ എന്ന് പറയുകയാണ്. മഹാപ്രഭുവിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് അവരുടെ കൂടെ കൂടാൻ. ചൈതന്യ മഹാപ്രഭു ഒരു അക്ഷരം വേണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വീണ്ടും പ്രകാശാനന്ദ സരസ്വതി അദ്ദേഹത്തെ പ്രോംപ്റ്റ് ചെയ്യാണ് പറയാൻ വേണ്ടിയിട്ട്. അവസാനം മഹാപ്രഭു പറഞ്ഞു, എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു യോഗ്യതയില്ല, എനിക്ക് ഒന്നും അറിയില്ല, ഞാനൊരു വിഡ്ഢിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഗുരു ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നീ സന്യാസം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ നിനക്ക് വേണ്ട ബുദ്ധിയില്ല. ഒരു സന്യാസിക്ക് ഈ ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ വേദാന്തങ്ങളൊക്കെ പഠിക്കാനോ ഡിസ്കസ് ചെയ്യാനോ അതിന് കുറച്ച് ബുദ്ധി വേണ്ടേ, അതൊന്നും നിനക്കില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നാമം ചൊല്ലിയാൽ മതി.
കീർത്തനം ചൊല്ലുക, നാമം ചൊല്ലുക, നിന്നെക്കൊണ്ട് അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നതാണ് ഈ കീർത്തനം. അപ്പോൾ എനിക്ക് ഇതിനുള്ള ബുദ്ധിയൊന്നുമില്ല. ആക്ച്വലി ഇൻഡയറക്റ്റ്ലി പ്രകാശാനന്ദ സരസ്വതിക്ക് വേണ്ട മരുന്ന് കൊടുക്കുവാണ് മഹാപ്രഭു. പക്ഷെ അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ല. മഹാപ്രഭു അങ്ങനെ പറഞ്ഞു. അപ്പോൾ പ്രകാശാനന്ദ സരസ്വതി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ. മഹാപ്രഭു പറഞ്ഞു, ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ ഇദ്ദേഹം തത്വങ്ങൾ പറഞ്ഞു തുടങ്ങി പ്രകാശാനന്ദ സരസ്വതി. പിന്നെ മഹാപ്രഭു കുറേ നേരം മഹാപ്രഭു കേട്ടിരുന്നു. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തുടങ്ങി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ല, പ്രകാശാനന്ദ സരസ്വതി അദ്ദേഹത്തെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്താണ് നിൻ്റെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്ന് ചോദിച്ചു. അങ്ങനെ അവർ തമ്മിൽ തത്വങ്ങൾ, വേദങ്ങളിലെ തത്വങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൺക്ലൂഷൻസ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രകാശാനന്ദ സരസ്വതിക്ക് അത്ഭുതമായി. ഇതേ സംഭവം തന്നെ സർവം ഭട്ടാചാര്യ ആയിട്ടുള്ളൊരു കോൺവെർസേഷനിലും നമ്മൾ കാണും ഇനി ഫ്യൂച്ചറിൽ. അവിടെയും ഇതേപോലെ തന്നെയാണ്. സർവം ഭട്ടാചാര്യയും ഇതേപോലെ മായാവത ഫിലോസഫി ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. മഹാപ്രഭു വരുന്നു, അവർ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. അതിനുശേഷം സർവം ഭട്ടാചാര്യ ശുദ്ധഭക്തനാവുന്നു. ഇവിടെ പ്രകാശാനന്ദ സരസ്വതിക്ക് അത്ഭുതമായി മഹാപ്രഭുവിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ വേദങ്ങളെക്കുറിച്ച്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്യത്ഭുതമായി അദ്ദേഹത്തിന്. അവസാനം മഹാപ്രഭുവെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ തത്വങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു ഇരിക്കുകയാണ് ഭക്തി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ. അതായത് ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ. അപ്പോൾ ഭഗവാൻ റിയലൈസേഷനിലുള്ള ആ ഹയ്യസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെവലിലാണ് മഹാപ്രഭു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ മഹാപ്രഭു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശാനന്ദ സരസ്വതിനെ കാണുന്നില്ല. നോക്കിയപ്പോൾ ഇതാ കിടക്കുന്നു മഹാപ്രഭുവിന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്. മഹാപ്രഭു, ഓ ചൈതന്യ, എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചാലും. കൂടെ അദ്ദേഹം നമസ്കരിച്ചപ്പോൾ 70,000 ഡിസൈപ്പിൾസും ശിഷ്യരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, മഹാപ്രഭുവിന് മുമ്പിൽ നമസ്കരിക്കുന്നു, ഞങ്ങളെ സ്വീകരിച്ചാലും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ബനാറസിൽ ഇവരെല്ലാവരും കൂടി 80,000 ആളുകളും മഹാപ്രഭുവും കൂടെ കീർത്തനം നടത്തി വഴിയിലൂടെ നടക്കുന്നു. ഇതാണ് ചൈതന്യ മഹാപ്രഭു. ഇതാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം. ഇതേപോലെ മാജിക്കാണ് നമ്മുടെ പ്രഭുപാദ കാണിച്ചിട്ടുള്ളത്. ഒന്നുമില്ലാത്ത, ഒന്നും അറിയാത്ത നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ ഒരു ഹരേകൃഷ്ണ മഹാമന്ത്രം തരുന്നതും കീർത്തനം തന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഈ പറയുന്ന മായാവാദികൾ പോലുള്ള ആളുകൾക്ക്. പക്ഷേ അവർ ഈ ഒരു അവസരം കിട്ടുമ്പോഴും അവരത് വേണ്ട രീതിയിൽ ഉപയോഗിക്കില്ല. പ്രകാശാനന്ദ സരസ്വതിയും അവരും ഉപയോഗിച്ചു. അതിനുശേഷം ജനറേഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഇപ്പോഴും ഉണ്ട് ആളുകൾ, പ്രഭുപാദ് പറയുന്നു, ഇപ്പോഴും ഉണ്ട് ആളുകൾ, ഇപ്പോഴും മായാവാദം ഫോളോ ചെയ്യുന്നവർ, അവർ സത്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അവജാനന്തി മാമൂഢ മാനുഷ്യം താനും ആശ്രിതം പരംഭാവം അജാനന്ദം മാമഭൂത മഹേശ്വരം. പ്രഭുപാദ് ഈ ഒരു ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്? അതായത് വിഡ്ഢികളായിട്ടുള്ളവർ, അവർ ഭഗവാനെ മനസ്സിലാക്കുന്നില്ല. എന്താണ് പരംഭാവം? ആ പരംഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അവസരം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് പ്രഭുപാദ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത് വേറെ ഒന്നുമല്ല. അതായത് പല ആളുകളും അതായത് അവതാരമാണെന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവതാരമാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ മനസ്സിലാക്കണം, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ അവതാരമാണ് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് അവതാരമാവട്ടെ, അവതാരം, ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അവതാരമാണെന്ന് പറയാൻ സാധിക്കില്ല. കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു കലിക്കിയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ എവിടെയോ. അപ്പോൾ അദ്ദേഹം കൽക്കിയാണെന്നാണ് പറയുന്നത്. കൽക്കി ഇനി വരാൻ പോകുന്നത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ആകെ 5000-6000 വർഷം ആവുന്നുള്ളൂ കലിയുഗത്തിൽ. ഇനിയും കിടക്കുന്നു 4,00,000 ചില്ലാനം 28,000-29,000 വർഷങ്ങൾ. കൽക്കി വരാൻ പോകുന്ന ഏകദേശം അവസാന സമയത്താണ്, ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പല ആളുകളും ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. പ്രഭുപാദ് അതാണ് പറയുന്നത്. എന്നാൽ അവതാരം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അപ്പോൾ ഓർക്കണം, അവരെക്കുറിച്ച് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കണം എന്ന് പറയുന്നു. മഹാപ്രഭു ഇവിടെ അവസാനം പ്രഭുപാദ് പറയുന്നതാണ് ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ അവതാരമാണ്. അത് എല്ലാ ശാസ്ത്രങ്ങളിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളത്, അല്ലേ? ഒരുപാട് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാപ്രഭു അവതാരമാണെന്നുള്ളത്. നമ്മൾ ഇത് പലപ്പോഴും ഇതിന് മുമ്പ് എപ്പോഴൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. മഹാപ്രഭു ഛന്ന അവതാരമാണെങ്കിൽ പോലും സീക്രട്ട് അവതാരമാണോ അദ്ദേഹം? കൃഷ്ണനെ പോലെ വരുന്നതല്ല. മഹാപ്രഭുവിൻ്റെ അവതാരം ഛന്ന അല്ലെങ്കിൽ സീക്രട്ട് അവതാരമാണ്.
പ്രഹ്ലാദ് മഹാരാജാവിൻ്റെ സ്തുതി ആ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. പ്രഹ്ലാദ് പറയുന്നുണ്ട്, ഒരു ത്രിയുഗി എന്ന് പറയുന്നതിന് ശേഷം പറയുന്നുണ്ട് കലിയുഗത്തിൽ അങ്ങ് ഛന്നാവതാരമായിട്ട് വരുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ ഇൻഡയറക്റ്റ്ലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ചൈതന്യ മഹാപ്രഭുവാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ 11ാമത്തെ സ്കന്ധത്തിൽ 5ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം വളരെ ഫേമസ് ആണ്. കൃഷ്ണവർണം തുഷാ കൃഷ്ണം സങ്കോപാങ്കാസ്ത്ര പാർഷദം യജ്ഞസങ്കീർത്തന പ്രായ യജന്തിഹി സുമേധസ. ആ ശ്ലോകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആ കൃഷ്ണം, ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു എന്താ പറയുക നിറമല്ല, അതായത് ഗൗരംഗ മഹാപ്രഭു ഗൗരംഗനായിട്ട് വരുന്നു. യജ്ഞസങ്കീർത്തന പ്രായ ഈ കലിയുഗത്തിലെ യജ്ഞമായിട്ടുള്ള സങ്കീർത്തന യജ്ഞത്തെ അത് പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആ ഒരു സങ്കീർത്തന യജ്ഞം എല്ലാവരിലേക്കും എത്തിക്കുന്നു ഈ ഒരു അവതാരം എന്നുള്ളത് പറയുന്നുണ്ട്. മഹാപ്രഭുവിൻ്റെ പേര് അവിടെ പറയുന്നില്ലെങ്കിലും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കൂടെ ഒറ്റയ്ക്കല്ല, പാർശ്വതരും ഉണ്ട്, എല്ലാവരും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വളരെ ക്ലിയർ ആണ് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. പിന്നെ നമുക്കറിയാം സുവർണവർണ ഹേമാങ്കോ വരാംഗശ്ചന്ദനാംഗതി സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠശാന്തി പരായണ. വിഷ്ണു സഹസ്രനാമത്തിലും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് സന്യാസം എടുക്കുന്ന കാര്യം. ഏത് അവതാരമാണ് സന്യാസം എടുക്കുന്നത്? മഹാപ്രഭു അല്ലാതെ വേറെ ആരുമില്ല. അതുപോലെ സുവർണവർണ്ണ ഹേമാങ്കോ, മഹാപ്രഭുവിൻ്റെ നിറം എങ്ങനെയായിരുന്നു? സുവർണ നിറമായിരുന്നു. സുവർണവർണ്ണം കൃഷ്ണൻ. അത് ഗർഗാചാര്യൻ ദശമസ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ കൃഷ്ണന് പേരിടാൻ വരുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ പുത്രൻ നന്ദമഹാരാജനോട് യശോദറാണിയോടും പറയുന്നുണ്ട്, നിങ്ങളുടെ പുത്രൻ എല്ലാ യുഗത്തിലും അവതാരമെടുക്കുന്നു. ചിലപ്പോൾ ഇരുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ശ്യാമവർണ്ണത്തിലായിരിക്കും, ചിലപ്പോൾ വെളുത്ത് അല്ലെങ്കിൽ വൈറ്റ് കളറായിരിക്കും, ചിലപ്പോൾ സുവർണ്ണ നിറമായിരിക്കും എന്ന് പറയുന്നത്. അവിടെ സുവർണം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ആരെയാണ്? മഹാപ്രഭുവിനാണ്. രക്തവർണ്ണമായിരിക്കാം, ചിലപ്പോൾ ശ്യാമവർണ്ണമായിരിക്കാം, പിന്നെ വെളുത്ത വൈറ്റ് കോംപ്ലക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ സുവർണ്ണവർണ്ണമായിരിക്കാം എന്ന് പറയുന്നു. അവിടെ സുവർണ്ണവർണ്ണവും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മഹാപ്രഭുവിനെയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്, അഹം പൂർണ്ണ ഭവിഷ്യാമി യുഗസന്ധ്യോ വിവേശിത മായാപൂരെ നവദ്വീപേ ഭവിഷ്യാമി ശശിസുത. നവദ്വീപിലെ മായാപൂരിലെ ശശിസുതനായിട്ട് വരുന്നു. ക്ലിയർ ആണ്, അവിടെ പേര് പോലും പറയുന്നു, ശശിസുത. ഗരുഡ പുരാണത്തിൽ പറയുന്നതാണ്. അങ്ങനെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. അവിടെയെല്ലാം മഹാപ്രഭുവിൻ്റെ അവതാരത്തെക്കുറിച്ച് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഈവൻ ദോ അത് ഛന്നാവതാരമാണെങ്കിലും. യോ രേ മേ സഹ ഭല്ലവീ രമയത്തെ വൃന്ദാവനേ ഹർനിശം യാ കംസാംനി ജഗന കൗരവരണേ യാ പാണ്ഡവാനാം സഖാ സോയം വൈണവദണ്ഡമണ്ഡിതഭുജ സന്യാസവേഷ സ്വയം നിസ്സന്ദേഹം ഉപകഥാക്ഷിതിതലേ ചൈതന്യരൂപ പ്രഭു. ഗരുഡ പുരാണത്തിൽ വരുന്നതാണ്. അവിടെ പറയുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തെക്കുറിച്ച്. ചൈതന്യ മഹാപ്രഭു പേര് പോലും അവിടെ പറയുന്നു. ആരാണോ ഗോപികമാരുടെ കൂടെ ഉണ്ടായിരുന്ന ആ കൃഷ്ണൻ, ഏത് കൃഷ്ണനായിരുന്നോ വൃന്ദാവനത്തിലുണ്ടായിരുന്നത്, ലീലകൾ ചെയ്തിട്ടുള്ളത്, കംസനെ വധിച്ചിട്ടുള്ള കൃഷ്ണൻ ആരാണോ, പാണ്ഡവരുടെ കൂടെ കൂട്ടുകാരായിട്ടുണ്ടായിരുന്ന ആരായിരുന്നു, അതേ കൃഷ്ണൻ തന്നെ ഇവിടെ സന്യാസിയാവുന്നു. നിസ്സന്ദേഹം ഉപഗത. നിസ്സന്ദേഹം, ഒരിക്കലും ഒരു സംശയം വേണ്ട, അത് ആ കൃഷ്ണൻ തന്നെയാണ് ഈ സന്യാസി വേഷത്തിലിരിക്കുന്ന ചൈതന്യ രൂപപ്രഭു. അതേപോലെ വളരെ ക്ലിയർ ആണ്. നരസിംഹ പുരാണത്തിലും പറയുന്നുണ്ട്. അതേപോലെ സത്യേ ദൈത കുലാദിനാശ സമയേ സിംഹോർദ്വ മർത്യസെ മർത്യകൃത്, അങ്ങനൊരു ശ്ലോകം വരുന്നുണ്ട്. അവിടെയും പറയുന്നുണ്ട് കലിയുഗേ ചൈതന്യ മഹാപ്രഭു, കലിയുഗ നാമപ്രഭു ആണ് ചൈതന്യ മഹാപ്രഭു. അങ്ങനെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. അപ്പോൾ മഹാപ്രഭുവിൻ്റെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ അദ്ദേഹം ആരാണെന്നുള്ളത് ശാസ്ത്രങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായി തുടങ്ങിയിട്ടില്ല എന്ന് മാത്രം. എന്നാൽ ഇപ്പോൾ കുറച്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഈ അടുത്ത് ആരോ എന്നോട് പറഞ്ഞു, കുട്ടികളുടെ സ്കൂളിലെ സിലബസിൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളത്. ഹിസ്റ്ററി പറയുന്ന കൂട്ടത്തിൽ അത് തന്നെ വലിയൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ആക്ച്വലി അവിടെ ഭഗവാനാണെന്ന് പറയുന്നില്ല, സങ്കീർത്തന ആന്തോളനത്തെക്കുറിച്ചോ എന്തോ പറയുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഭഗവാൻ എന്നുള്ളത് ഭഗവാന്റെ കൃഷ്ണൻ്റെ അവതാരമെന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം വലിയൊരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ആണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ
സിലബസിൽ. അത് തന്നെ വലിയൊരു കാര്യം. നമ്മൾ എത്രയോ രാജാക്കന്മാരെ കുറിച്ചും എത്രയോ പണ്ടത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. വല്ല ഗുണമുണ്ടോ? ആളുകളുടെ പേര് പഠിച്ചു വെച്ച് പരീക്ഷയ്ക്ക് എഴുതുന്നു എന്ന്. നേരെ മറിച്ച് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചും രൂപഗോസ്വാമിയെക്കുറിച്ചും സനാതൻ ഗോസ്വാമിയെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ചിന്തിച്ചേക്കും. നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിനും കൂടുതൽ പ്യൂരിഫൈ ആയേനെ. രൂപഗോസ്വാമി, അതേപോലെ ഒരു ആചാര്യനെ കുറിച്ച് വേറെ ആചാര്യൻ ഉണ്ടാവും. അതേപോലെ ചൈതന്യ മഹാപ്രഭു, ശ്രീ നിത്യാനന്ദ പ്രഭു, അത് സനാതൻ ഗോസ്വാമി. അപ്പം അങ്ങനെയുള്ളവരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചെങ്കിൽ എന്നേ രക്ഷപ്പെട്ടു പോയനെ. ബട്ട് എനിവേ, ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. കേരളത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ചൈതന്യ മഹാപ്രഭു സ്കൂളിലെ സിലബസിൽ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണായിട്ട് വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെ കൂടുതൽ മഹാപ്രഭുവിനെ കുറിച്ച് ആളുകൾ അറിയട്ടെ. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു, ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ നഹി അന്യ എന്നുള്ളത് എല്ലാവരും അറിയട്ടെ. മഹാപ്രഭുവിനെ എല്ലാവരും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൃഷ്ണപ്രേമം വളരെ എളുപ്പത്തിൽ കിട്ടുന്നു. ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് വരാൻ സാധിച്ചത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർഷദരുടെയും ശ്രീല പ്രഭുപാദിൻ്റെയും മഹാകൃപയാണ്. സോ ഈ ഒരു കൃപ മനസ്സിലാക്കിക്കൊണ്ട്, ഈ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള മഹാ സൗഭാഗ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, ശ്രീല പ്രഭുപാദിൻ്റെ തൃപ്പാദങ്ങൾ മുറുക്കെ പിടിച്ചുകൊണ്ട്, എല്ലാം പ്രഭുപാദാണ് ഇവിടെ വരെ എത്തിച്ചത് നമ്മളെ. അപ്പോൾ ആ പ്രഭുപാദിൻ്റെ മെർസി തന്നെ നമുക്ക് വേണം എപ്പോഴും. ബാക്കി പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്താൽ മാത്രം മതി. ബാക്കി റിസൾട്ടിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് മഹാപ്രഭുവും അല്ലെങ്കിൽ മഹാപ്രഭുവിൻ്റെ പാർഷദരും നമ്മുടെ പ്രഭുപാദും പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഇവിടെ നിർത്തുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത ആഴ്ചയിൽ കണ്ടിന്യൂ ചെയ്യാം. ശ്രീ ചൈതന്യ മഹാപ്രഭു की जय, श्री पंचतत्व की जय, श्री कृष्णदास कविराज गोस्वामी की जय, जगत गुरु शीला प्रभुपाद की जय, श्री चैतन्य चरितामृत की जय, निताय गौर 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 प्रेमानंदे. हरे कृष्ण. हरे कृष्ण. हरे कृष्ण. Hare Krishna. Prabhu, thank you very much. Hare Bol. हरि बोल. हरे कृष्ण.